ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ശില്പ വ്ളോഗ്സ്. കുറച്ച് നാളായി കുറച്ച് വീഡിയോസൊക്കെ ചെയ്തിട്ട് പനിയായിപ്പോയി, സുഖമില്ലാണ്ടായി. അങ്ങനെയാണ് കുറച്ച് ഗ്യാപ്പായത്. ഇപ്പോൾ തന്നെ സൗണ്ട് ശരിയായിട്ടില്ല. എനിക്ക് ഈ പനിയായി ആശുപത്രിയിൽ പോവുക വരിക ആ സമയത്തൊന്നും എനിക്ക് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ അതിന് ശേഷം ഇതിനൊരു ബോധം ഉണ്ടായത്, മുടിയൊക്കെ കൊഴിഞ്ഞു തുടങ്ങി. കണ്ടോ, ഫുള്ള് കൊഴിഞ്ഞു തുടങ്ങി, നല്ല പോലെ കൊഴിഞ്ഞു പോകാൻ തുടങ്ങി. അപ്പോൾ പിന്നെ അങ്ങ് ഭയങ്കര എന്തോ മാനസിക പ്രയാസം എന്ന് പറയാം, മുടി കൊഴിഞ്ഞു പോകും. മുമ്പൊക്കെ ഞാൻ രണ്ട് മാസം കൂടുമ്പോഴത്തേക്ക് ഹെയർ കട്ട് ചെയ്ത് ഷോർട്ടായിരുന്നു, എൻ്റെ ഹെയർ ഷോർട്ടായിരുന്നു. പിന്നിപ്പോൾ ഈ 2 മാസമായിട്ട് ഞാനൊന്നും ചെയ്യുന്നില്ല. അപ്പോൾ കുറച്ചൊന്ന് നീളം വെച്ചു. കുറച്ച് നീളം വെച്ചപ്പോൾ എനിക്കൊരാഗ്രഹം തോന്നി, മുടി ഒന്ന് സംരക്ഷിക്കണം, ഒന്ന് നോക്കണം. മുടിയൊക്കെ കൊഴിഞ്ഞു തുടങ്ങി, തലയൊക്കെ ഓട്ടയായി തുടങ്ങിയപ്പോഴാണ് ആ ഒരു ബോധം ഉണ്ടായി തുടങ്ങിയത്. പിന്നെ ഞാൻ ആലോചിച്ചു, എങ്ങനെ ഒരുപാട് വീഡിയോസൊക്കെ ഈ യൂട്യൂബിൽ ഞാൻ കണ്ടു. എന്തൊക്കെ റെമഡീസ് ഉണ്ട്, എന്തൊക്കെ തലയിൽ ചെയ്യാം, എന്തൊക്കെ പാക്ക് ഇടാം, എന്തൊക്കെ പ്രോഡക്റ്റ്സ് വാങ്ങിക്കേണ്ടി വരും, ഇതൊക്കെ ഞാനിരുന്ന് ആലോചിച്ചു. പിന്നെ ഞാൻ വിചാരിച്ചു, പ്രോഡക്റ്റ്സ് വാങ്ങിക്കുന്നതിനേക്കാൾ നല്ലത് നമ്മുടെ വീട്ടിലോ പരിസരത്തോ ഒക്കെ ഉള്ളതൊക്കെ നമുക്ക് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. പിന്നെയാണ് ഒരു തോന്നലുണ്ടായത്, പണ്ട് നമ്മുടെയൊക്കെ കൊച്ചിലെ തൊട്ടേ കേട്ട് വരുന്ന ഒരു എണ്ണയുടെ പേരാണ് നീലി ഭൃങ്കാതി. അപ്പം നീലി ഭൃങ്കാതി വാങ്ങിക്കാമെന്ന് ആദ്യം വിചാരിച്ചു. പിന്നെ വിചാരിച്ചു അത് വേണ്ട, ഞാൻ സ്വന്തമായിട്ട് എണ്ണ ഉണ്ടാക്കാം. പണ്ടൊക്കെ അമ്മൂമ്മമാരും മുത്തശ്ശിമാരും ഒക്കെ എണ്ണ ഉണ്ടാക്കി തേച്ച് തരുന്ന ഒരു രീതി ഉണ്ടല്ലോ, അതേപോലെ ഞാനും എണ്ണ തേച്ച് സ്വന്തമായിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോഴും ഒരു പ്രശ്നമുണ്ട്, അതിനെ ചേർക്കുന്ന ഇൻഗ്രീഡിയൻസിൻ്റെ അളവ് അറിയത്തില്ല. അതിനുവേണ്ടി ഞാൻ ഒരുപാട് യൂട്യൂബുകളിൽ കണ്ടു, ഓരോന്നിലും ഓരോ അളവുകളാണ് പറയുന്നത്. അപ്പോൾ പിന്നെ അതിനും എനിക്ക് കൺഫ്യൂഷൻ. പിന്നെ ഇനി റിസ്ക് എടുക്കണ്ടല്ലോ, ആകെപ്പാടെ 4, 3, 7 മുടി മാത്രമേ ഇനി തലയ്ക്കകത്തുള്ളൂ. അപ്പോൾ അതിനെ എങ്ങനെ സംരക്ഷിക്കാമെന്ന് അങ്ങനെ ആലോചിച്ചിരുന്നപ്പോഴാണ് പിന്നെ എൻ്റെ മനസ്സിൽ നീലി ഭൃങ്കാതി വന്നത്. അങ്ങനെ നേരെ ഞാൻ ആയുർവേദശാലയിലോട്ട് ഓടി. പിന്നെ കടകളിൽ പോയിട്ട് നീലി ഭൃങ്കാതി വാങ്ങിക്കുന്നതിനേക്കാൾ നല്ലത് ആയുർവേദ ഷോപ്പിൽ പോയി നീലി ഭൃങ്കാതി വാങ്ങിക്കുന്നതല്ലേ എന്ന് വിചാരിച്ച് ഞാൻ നേരെ ഒരു ഷോപ്പിൽ പോയി, ഒരു ആയുർവേദ ആശുപത്രിയിൽ പോയി. അവിടെ നിന്ന് നീലി ഭൃങ്കാതി ചോദിച്ചു. അപ്പോൾ അവിടെ നീലി ഭൃങ്കാതി ഉണ്ടെന്ന് പറഞ്ഞു. അപ്പം അയാൾ ചോദിച്ചു, എന്താണ് പ്രശ്നം, മുടി കൊഴിച്ചിലാണോ, അങ്ങനെ എന്തെങ്കിലും ആണോ എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, തലയിൽ താരനുണ്ട്, പിന്നെ ഇപ്പം അസുഖം വന്നിട്ട് തലയിലെ മുടിയെല്ലാം പോയി, പനി വരുമ്പോഴത്തേക്കൊക്കെ മുടി കൊഴിച്ചിൽ, ടെൻഷൻ, ഇതൊക്കെ തന്നെ. അങ്ങനെ പുള്ളി പറഞ്ഞതാണ് ധുദ്രുസംഹാരി എന്ന് പറയുന്നൊരു എണ്ണയുണ്ട്, അത് തേച്ചാൽ താരനൊക്കെ പോകുന്നു. ഞാൻ അത് മേടിച്ചുകൊണ്ട് വന്നു. അന്നത്തെ ദിവസം തന്നെ, പിന്നെ ഇനി അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ല, അന്നത്തെ ദിവസം തന്നെ തലയിലെ താരനൊക്കെ ഞാൻ സ്വന്തമായിട്ടിരുന്ന് ചുരണ്ടി അതിനകത്തുനിന്ന് താരൻ ഒരുപാട്, എനിക്ക് ഈ അലർജി ഉള്ളതുകൊണ്ട് ഈ താരൻ്റെ ഇതൊക്കെ വരുമ്പോഴത്തേക്ക് മുഖമൊക്കെ കയറി ചുമക്കും, ഈ കണ്ണൊക്കെ കയറി ചുമക്കും. അലർജി ഉള്ളവർക്കറിയാം ആ ഒരു ബുദ്ധിമുട്ട്. അപ്പോൾ അങ്ങനെയൊക്കെ വന്ന സമയത്ത് ഞാൻ പിന്നെ ഈ ഒരു എണ്ണ ഇനി എന്തെങ്കിലും ആവട്ടെ, നല്ല താരനൊക്കെ പോയി കുറച്ച് മുടി വളരട്ടെ എന്ന് വിചാരിച്ച് അങ്ങനെ ചുരണ്ടി ആകെ അലർജിയായി. അതിനുശേഷം പിന്നെ ഈ എണ്ണ തേച്ച് മുടിയിലെ ഓരോ സ്ഥലത്തും, മുടിയല്ല തലയിൽ ഓരോ സ്ഥലത്തും, തലയോട്ടിലാണ് തേക്കേണ്ടതെന്ന് പറഞ്ഞു. അങ്ങനെ തലയോട്ടിലെല്ലാം തേച്ച് പിടിപ്പിച്ചു. ആഴ്ചയിൽ 3 ദിവസം ചെയ്താൽ മതിയെന്ന് പറഞ്ഞു. അങ്ങനെ തേച്ച് പിടിപ്പിച്ചു. പനിയായിരുന്നു, പക്ഷേ അതൊന്നും വക വെച്ചില്ല. ആകെപ്പാടെ മാനസിക പ്രശ്നം, മുടി പൊഴിയുന്നു. അങ്ങനെ ഇതൊക്കെ അവഗണിച്ച് ഞാൻ തലയിൽ തേച്ച് പിടിപ്പിച്ച് അവസാനം ഒരു അരമണിക്കൂറൊക്കെ കഴിഞ്ഞിട്ട് തല മാത്രം കഴുകി പിന്നെ ഷാമ്പൂ ഇട്ട് എണ്ണയൊക്കെ കളഞ്ഞു. അത് കഴിഞ്ഞ ശേഷം 2 ദിവസമായി കേട്ടോ, 2 ദിവസമായി. ഇപ്പം മുടിക്കകത്തുനിന്ന് താരൻ വരുന്നില്ല, തലയിൽ താരനില്ല, തലയോട്ടി താരനില്ല. അപ്പോഴെനിക്ക് മനസ്സിലായി ആ എണ്ണ കൊള്ളാം. അത് ഒരു റെഡ് കളറിലാണ് ഉള്ളത്, ഇതാണ് ആ എണ്ണ. ഞാൻ തേച്ചപ്പോൾ എനിക്ക് നല്ല ഫലം കിട്ടി കേട്ടോ.
ഒരു ദിവസം തേച്ചതേ അതായത് മെനിങ്ങാന്ന് ഒരു ദിവസം കൊണ്ട് എൻ്റെ തലയിലെ താരൻ മൊത്തം പോയെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? പക്ഷെ ഞാൻ വിശ്വസിക്കത്തില്ല, കാരണം എനിക്ക് കാണാൻ വയ്യ. പക്ഷേ ഞാൻ ഇവിടെയൊക്കെ ചുരണ്ടി നോക്കിയാലും എനിക്ക് തലയിൽ നിന്ന് താരൻ വരുന്നില്ല. ഇവിടെയൊക്കെ താരനുണ്ടായിരുന്നു. ഇപ്പോൾ എൻ്റെ നഖങ്ങൾക്കിടയിലൊന്നും താരനൊന്നും കാണുന്നില്ല. മുമ്പാണെങ്കിൽ ഇങ്ങനെ തലയൊന്ന് പറഞ്ഞാൽ തന്നെ കയ്യിൽ മൊത്തം താരനായിരിക്കും. അത് ഞാൻ പിന്നെ ഈ മെഡിക്കൽ ഷോപ്പിൽ നിന്ന് ഓരോ മരുന്നൊക്കെ വാങ്ങിച്ച് തേക്കുമായിരുന്നു. പക്ഷെ എന്നിട്ടും അതിനൊന്നും ഒരു പരിഹാരമില്ല. പക്ഷെ ഇത് ആദ്യമായിട്ടാണ് കേട്ടോ എനിക്ക് ഇങ്ങനെ ഒരു റിസൾട്ട് കിട്ടുന്നത്. ഈ ആയുർവേദ ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചതാണ്. അതിനുശേഷം പറയാൻ വന്ന കാര്യം, അതിനുശേഷം പിന്നെ നീലി ഭൃങ്കാദിയും കൂടി വാങ്ങിച്ചിട്ടുണ്ട്. ഇതും കൂടി ഇനി ട്രൈ ചെയ്യണം. ഇത് ഇന്ന് ഞാനൊന്ന് തേച്ചു, ആദ്യമായിട്ട് ഇന്നാണ് തേച്ചത് കേട്ടോ. ഇന്ന് ഞാനൊന്ന് തേച്ചിട്ടുണ്ട്. തലയോട്ടിലെല്ലാം തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ തേച്ച് പിടിപ്പിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്കാണ് പിന്നെ പുതിയൊരു മോഹം ഉദിച്ചത്. ഈ തലയോട്ടിൽ തേച്ച് പിടിപ്പിച്ചാൽ മാത്രം പോരാ, ഇനി കുറച്ചും കൂടി ട്രീറ്റ്മെൻറ്റ് ചെയ്യണം, മുടിയിൽ ട്രീറ്റ്മെൻറ്റ് ചെയ്യണം. അപ്പം ബ്യൂട്ടി പാർലറിലൊന്നും പോയി ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ വയ്യ. അതുകൊണ്ട് ഞാൻ സ്വന്തമായിട്ട് പുതിയൊരു കണ്ടുപിടുത്തം കൂടി നടത്തിയിട്ടുണ്ട്. അതിന് എത്രമാത്രം ഫലപ്രദമാകുമെന്ന് അറിയത്തില്ല. ഞാനത് യൂട്യൂബിൽ കണ്ടതാണ്, പക്ഷെ ഇപ്പോൾ ആ വീഡിയോ കാണുന്നില്ല. അരിയില്ലേ, അരി ചോറ് വെച്ച് അതിൻ്റെ കഞ്ഞിവെള്ളം, പിന്നെ കുറച്ച് ചോറ്, പിന്നെ ഒരു 3 സ്പൂൺ ഉലുവ, ഇതെല്ലാം കൂടി ഇട്ട് 2 ദിവസം മുമ്പേ വെള്ളത്തിലിട്ട് വെക്കണം. ഞാൻ ഇന്നലെ എടുത്ത് വെള്ളത്തിലിട്ടായിരുന്നു. ഉലുവ എടുത്ത് വെള്ളത്തിലിട്ട് ചോറിടാൻ മറന്നുപോയി. ഇന്ന് രാവിലെ വന്നിട്ടാണ് ഇച്ചിരി ചോറിട്ട് പിന്നെ അതിനകത്ത് കുറച്ച് കഞ്ഞിവെള്ളം കൂടെ ഒഴിച്ച് അത് കുറേ നേരം വെച്ചിരുന്നു. പിന്നെ നല്ലതായിട്ട് പുളിച്ചൊന്നുമില്ല, എന്നാലും ഒരു ഇച്ചിരി ആയപ്പോഴത്തേക്ക് ഒരു ആകാംക്ഷ, എന്താവും എന്നൊരു ആകാംക്ഷ. ചെന്ന് നോക്കിയപ്പം കുറച്ചൊന്ന് ഒരു ഇതായിട്ടുണ്ട്. കാരണം ഉലുവ ഞാൻ തലേ ദിവസം വെള്ളത്തിൽ ഇട്ടിരുന്നതാണ്. അത് തന്നെ ഒന്ന് പുളിച്ചിട്ടുണ്ട്. പിന്നെ അതിൻ്റെ കൂടെ ചോറും ഇട്ട് കുറച്ച് കഞ്ഞിവെള്ളം ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് മിക്സിയിലിട്ട് അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. വേണ്ടേ, അത് പാക്കായിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയാണ് കേട്ടോ. ഇനി നല്ല മണമൊന്നുമില്ല, നല്ല നാറ്റമുണ്ട്. ഇനി ഞാൻ തലയിൽ തേച്ച് ചെയ്യാം. ജലദോഷം ആയതുകൊണ്ട് അമ്മ കാണാതെയാണ് ചെയ്യുന്നത്. അമ്മ കണ്ട കല്ല് പുറക്കി എറിയും. കാരണം 3-4 ദിവസമായിട്ട് ഞാനിവിടെ പ്രശ്നങ്ങളിലാണ്. അസുഖം എല്ലാ ദിവസവും അസുഖം, ശ്വാസം മുട്ട്, പനി, ജലദോഷം. ഒരു പനി വന്നിട്ട് ഇപ്പം മാറുന്നില്ല എന്ന് പറഞ്ഞാൽ പനിയില്ല, തൊട്ട് നോക്കിയാൽ പനിയില്ല. പക്ഷേ തലവേദന, ഇടയ്ക്ക് തലവേദന വരും, പിന്നെ ശരീരം വേദന വരും, പിന്നെ എന്തോ വയറുവേദനയാണോ എന്തോ ഒന്നും എനിക്കറിയത്തില്ല. എന്തായാലും ആകെപ്പാടെ പ്രശ്നത്തിലാണ്. പിന്നെ 3-4 ദിവസം കുളിക്കാതിരുന്ന് ഒരു ദിവസം ഈ എണ്ണ തേച്ചതിൻ്റെ പേരിൽ ഞാനൊന്ന് കുളിച്ചു. പിന്നെ ഇന്നലെ ഞാൻ തല കഴുകിയില്ല. പിന്നെ ഇന്ന് ചേച്ചി എണ്ണ തേച്ചപ്പോഴേ അമ്മ വഴക്ക് പറയാൻ തുടങ്ങി. ഇനി അടുത്ത പണി ഒപ്പിച്ച് വെക്കാനാണോ, തല കുളിക്കേണ്ട, ദേഹം കുളിച്ചാൽ മതിയെന്ന്. പക്ഷേ ഇതെനിക്ക് വെപ്രാളം. മുടിയെല്ലാം കൊഴിഞ്ഞു പോകുന്ന, ഇച്ചിരിയൊന്ന് വളർന്ന് കിട്ടിയിരുന്നെങ്കിലോ എന്ന് വെച്ചിട്ട്. മുമ്പേയൊക്കെ നല്ല മുടി ഉണ്ടായിരുന്നു, അന്നൊക്കെ ഭയങ്കര അഹങ്കാരമായിരുന്നേ. മുടി സംരക്ഷിക്കില്ല, അങ്ങ് വളർന്നോളൂ എന്ന് വെച്ചിട്ടേ. പക്ഷെ പ്രായമാവുന്നതൊക്കെ മുടിക്ക് മനസ്സിലാവുമല്ലോ. അതുകൊണ്ട് മുടിയും കുറച്ചങ്ങ് കൊഴിഞ്ഞു വെക്കൊണ്ടിരിക്കുക. നമ്മുടെ പ്രായം കൊഴിഞ്ഞു പോകുന്ന കണക്ക്. മോനെ ഇപ്പോൾ സ്കൂളിലൊക്കെ പോയിട്ടുണ്ട്. പോയി തിരിച്ചു വരുമ്പോഴേക്കും എൻ്റെ കുളിയൊക്കെ കഴിഞ്ഞിട്ട് വേണം പോയി കൂട്ടിക്കൊണ്ടുവരാനുള്ളത്. അപ്പോൾ അതിനുവേണ്ടി ഞാൻ ഇപ്പോഴേ ഞാൻ തലയിലിടാൻ തീരുമാനിച്ചു. അപ്പം ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നതെന്ന് വെച്ചാൽ, എനിക്കെന്തെങ്കിലും റിസൾട്ട് കിട്ടിയാൽ നിങ്ങളും അറിയണ്ടേ ഇങ്ങനൊരു സംഭവമുണ്ട്. എൻ്റെ തലമുടിയെല്ലാം നിങ്ങൾ കണ്ടോളൂ, ഇതിനകത്ത് മൊത്തം ഓട്ടയാണ്, അധികം സ്പേസ് ഒന്നുമില്ല, നല്ല ഗ്യാപ്പുണ്ട്, നല്ല ഗ്യാപ്പുണ്ട്. ഇവിടെ താരനൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ ഇപ്പോൾ അതൊന്നും കാണുന്നില്ല. നല്ല ഗ്യാപ്പുണ്ട്.
പക്ഷേ ഈ താരൻ്റെ കാര്യം എനിക്ക് 2 ദിവസം മുമ്പ് വീഡിയോ ചെയ്യണമെന്നുണ്ടായിരുന്നു. പക്ഷേ വയ്യാത്തതുകൊണ്ട് ഞാൻ ചെയ്യാഞ്ഞതാണ്. ഇത് ഒന്ന് പരീക്ഷിച്ച് നോക്കാമെന്ന് വിചാരിച്ചിട്ട് പോകുമെന്ന് വിചാരിച്ചില്ല. പരീക്ഷിച്ച് നോക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഇത് തലയിൽ തേച്ചത്. പക്ഷേ സംഭവം പോയി. പക്ഷേ അതിന് താരം വരുത്തിയിട്ട് എനിക്ക് കാണിച്ചു തരാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് ഇപ്പം വളരുന്നതിന് മുമ്പ്, അതായത് ഈ പാക്കൊക്കെ യൂസ് ചെയ്യുന്നതിന് മുമ്പ് എൻ്റെ ഹെയറിൻ്റെ കണ്ടീഷൻ കാണിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത്. ഇവിടെയാണ് മുടി മൊത്തം കുറവ്. ഇവിടെയാണ് ഈ സെൻറ്റർ പോർഷനാണ് മുടി കുറവ്. പക്ഷെ ഇങ്ങോട്ടെല്ലാം കുറച്ച് അത്യാവശ്യം മുടിയുണ്ട്. ഇങ്ങോട്ടൊക്കെ അത്യാവശ്യം മുടിയുണ്ട് എന്ന് പറഞ്ഞാൽ, അത്യാവശ്യം എന്ന് പറഞ്ഞാൽ അത്യാവശ്യം അത്രയേ ഉള്ളൂ. ഭയങ്കര തിക്നെസ് എന്ന് പറയാൻ പറ്റത്തില്ല, അത്യാവശ്യം. എന്താ കണ്ട ഇവിടെ ആകെപ്പാടെ എൻ്റെ തല ഇത്രയും മുടിയാണുള്ളത്. ഇനി ഇതിനെ എങ്ങനെ വളർത്തിയെടുക്കാമെന്നാണ് എൻ്റെ ഗവേഷണം. അപ്പോൾ നിങ്ങളുടെ ഓരോ അഭിപ്രായങ്ങളും ഞാൻ മാനിക്കുന്നതായിരിക്കും. നിങ്ങൾക്ക് എന്തെങ്കിലും പുതിയതായിട്ട് എന്തെങ്കിലും പറഞ്ഞു തരാനായിട്ട് പുതിയ ട്രിക്സോ ഐഡിയാസോ ഉണ്ടെങ്കിൽ എനിക്ക് കമൻറ്റ് ചെയ്തിരുന്നാൽ ഞാൻ അതിനൊക്കെ ട്രൈ ചെയ്ത് നോക്കാം. ഇനി നിങ്ങൾ എന്തെങ്കിലും ചെയ്തിങ്ങനെ വിജയിച്ചിട്ടുണ്ടെങ്കിൽ അതും എനിക്ക് പറഞ്ഞു തന്നിരുന്നെങ്കിൽ വലിയ ഉപകാരമായിരുന്നേനെ. ഇപ്പോൾ എന്തായാലും ഇത് ഞാൻ ട്രൈ ചെയ്ത് നോക്കുവാണേ. ഇതിനകത്ത് ഞാൻ പറഞ്ഞല്ലോ, കഞ്ഞിവെള്ളം, പിന്നെ കുറച്ച് ചോറ്, പിന്നെ ഉലുവ, പുളിച്ച ഉലുവ. നല്ല നാറ്റമുണ്ട് കേട്ടോ. എന്തായാലും നനഞ്ഞ് ഇനി കുളിച്ച് കയറാം. മുടി വളർന്നെന്ന് പറയാം. ഒരുപാട് പാക്കുകൾ ഞാൻ നോക്കിയായിരുന്നു കേട്ടോ. പിന്നെ എനിക്കിപ്പോൾ പറ്റും എന്ന് തോന്നിയ പാക്ക് ഇതാണ്. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇത് ചെയ്യാൻ തീരുമാനിച്ചത്. തലയോട്ടിൽ തന്നെ പുരട്ടി വെക്കണമെന്ന് പറഞ്ഞേ. ഒരു 10-20 മിനിറ്റ് വരെ നമ്മൾ വെയിറ്റ് ചെയ്യണം. അപ്പോഴേക്കും ഇതിച്ച് ഡ്രൈ ആവും. തലയിൽ ഓൾറെഡി എണ്ണ തേച്ചിട്ടുള്ളത് കൊണ്ട് പിന്നെ വേറെ എണ്ണ തേക്കേണ്ട ആവശ്യം വരുന്നില്ല. ഇപ്പം തന്നെ നല്ല തിക്കായി കേട്ടോ. കാരണം മുടി പകുരമ്പം തന്നെ അറിയാം. അതിനകത്ത് ഒന്നുമില്ല, തലയോട്ടി മാത്രമേ ഉള്ളൂ. കണ്ടില്ലേ? പിന്നെ ചില ആൾക്കാർ പറയും നമ്മൾ ഒറ്റയ്ക്കാണ്, അപ്പോൾ തലയിൽ ബാക്കിട്ട് ആരുമില്ല, സഹായിക്കാൻ ആരുമില്ല, തലയിൽ ബാക്കിട്ട് സഹായിക്കാൻ ആരുമില്ല എന്നൊക്കെ പറയുന്നവരുണ്ട്. പക്ഷേ അവർക്ക് വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഈ സ്വന്തമായിട്ടാണ് കേട്ടോ ഇതൊക്കെ ചെയ്യുന്നത്. നമുക്ക് സ്വന്തമായി നമ്മുടെ ഹെയർ കെയർ ചെയ്യാൻ പറ്റും എന്നാണ് ഞാൻ കാണിച്ചു തരുന്നത്. ഇത്ര നാൾ ഞാൻ ചെയ്യാതിരുന്ന കാര്യം കേട്ടോ. പിന്നെ ബാക്കിയുള്ളത് നമുക്ക് മുടിയിലും കൂടെ തേച്ച് പിടിപ്പിക്കാം. ഗൈസ്, ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇനി ഒരു 30 മിനിറ്റ് കഴിഞ്ഞ് ഞാൻ ഒന്ന് ഫ്രഷായി ഹെയറൊക്കെ ഒന്ന് ഡ്രൈ ചെയ്തതിന് ശേഷം അതിൻ്റെ വീഡിയോ ഞാൻ പിന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും.
ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ് മൈ ചാനൽ.